നമസ്കാരം. സുനിത കുക്ക് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ സവോളയൊന്നും ചേർക്കാതെ ചെറിയ ഉള്ളി മാത്രമാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടത്. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, ഒരു 2-3 ഗ്രാമ്പു, കുറച്ച് വലിയ ജീരകം, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളി. അപ്പോൾ ചെറിയ ഉള്ളി ഇത്രയും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ, പൊളിച്ചെടുത്ത് കേട്ടോ. കുറച്ചും കൂടെ ചേർത്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷെ നന്നായിട്ട് വാടണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം. ഇനി ഒരു 3-4 പച്ചമുളക് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇതൊരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി കിട്ടണം. നന്നായിട്ട് നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ വാടി വഴന്ന് വരണം. അതുവരെ നന്നായിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഉള്ളി നമ്മൾ മുറിക്കാതെയൊക്കെ അല്ലേ ചേർത്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് അങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പം ഈ തക്കാളി നിറങ്ങുന്ന വെള്ളം ഉണ്ടല്ലോ, ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മുളകൊക്കെ കരിഞ്ഞു പോകാതെ, നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്തില്ലേ, അത് കരിഞ്ഞു പോകാതെ ഇരുന്നോളും. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. നല്ലവണ്ണം നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുന്നവരെ ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പം തന്നെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കഴിയുമ്പോഴത്തേക്ക് തുറന്നു നോക്കുന്നത്. ഇത്രയും വെള്ളം ഇതിൽ നിന്ന് വന്നു കേട്ടോ. അപ്പം ഈ വെള്ളത്തിൽ തന്നെ ഇരുന്നങ്ങ് നന്നായിട്ട് വെന്ത് വന്നോളൂ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കപ്പയ്ക്കും ചോറിനും ഒക്കെ നല്ല അടിപൊളിയാണ്. അത്യാവശ്യം സ്പൈസിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഈ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പിന്നെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ അല്ലേ ചേർത്തിരിക്കുന്നത്. അപ്പം നല്ല കിടുക്കാച്ചി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്യാം. ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ആയിക്കോട്ടെ ചിക്കനിലെടുക്കോ. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഗ്രേവിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആക്കിയെടുക്കണം.
ഞാനിപ്പോൾ ഒരുപാട് ഗ്രേവി ആയിട്ടല്ല കേട്ടത് ചെയ്യുന്നത്. ഇനി അവസാനമായിട്ട് കുറച്ച് ഗരം മസാല എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാണ്. ഈ കറിവേപ്പിലൊക്കെ ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് നല്ല മണമാണ് കേട്ടോ ചിക്കൻ കറിക്ക്. കുറച്ച് കറിവേപ്പില തൂക്കി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കറിവേപ്പില നന്നായിട്ട് ചേർക്കും. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനോടെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് ആ ഓൾ എന്ന ഓപ്ഷനൂടെ ഒന്ന് പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ.